A Limited issue 12% preference shares of rupees 200 each at a premium of 10%. Cost of issue is 5%. Calculate cost of preference share. So question എന്ന് പറയുന്നത് cost of preference share calculate ചെയ്യാൻ വേണ്ടിയിട്ടാണ്. So നമുക്ക് തന്നിട്ടുള്ള ഇൻഫോർമേഷൻ A Limited 12% preference shares ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഒരു പ്രിഫറൻസ് ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 200 ആണ്. ഇഷ്യൂ ചെയ്തിരിക്കുന്നത് പ്രീമിയത്തിലാണ് അറ്റ് 10%. കോസ്റ്റ് ഓഫ് ഇഷ്യൂ എന്ന് പറയുന്നത് 5% ആണ്. സോ നമുക്കറിയാം കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് KP കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഈസ് ഇക്വൽ ടു പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100 ആണ്. സോ ഈ ഇക്വേഷനിലോട്ട് ആവശ്യമായിട്ടുള്ള ടേംസ് ആണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്, പ്രിഫറൻസ് ഡിവിഡൻഡും നെറ്റ് പ്രൊസീഡ്സും. അത് നോക്കുന്ന സമയത്ത് പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 200 ആണ്. അതിന്റെ 12% ആണ് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നത്. സോ പ്രിഫറൻസ് ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു 200 ഇൻറ്റു 12%, ദാറ്റ് ഈസ് 24. ഇനി നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇഷ്യൂ വഴി കമ്പനിക്ക് എത്ര എമൗണ്ട് ആണ് കിട്ടുന്നത് എന്നാണ്. സോ അവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 200 ആണ്, പ്ലസ് ഒരു പ്രീമിയം 10% ഉണ്ട്. ദെൻ ഈ ഒരു പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തത് വഴി കമ്പനിക്ക് വന്ന ഇഷ്യൂ എക്സ്പെൻസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇഷ്യൂ എന്ന് പറയുന്നത് 5% ആണ്. അതും കൂടെ നമ്മൾ ഈ 200 പ്ലസ് 10% അതിൽ മൈനസ് 5% ചെയ്യണം. അതായത് 200 പ്ലസ് 200ന്റെ 10% പ്രീമിയം ആഡ് ചെയ്യുന്നു. ദെൻ അതിൽ നിന്ന് നമ്മൾ 200ന്റെ 5% കോസ്റ്റ് ഓഫ് ഇഷ്യൂ ലെസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് 210 കിട്ടും. നമുക്ക് അപ്ലിക്കേഷനിലോട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ടേംസും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നേരിട്ട് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. KP ഈസ് ഇക്വൽ ടു PD ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100. സോ പ്രിഫറൻസ് ഡിവിഡൻഡ് 24 ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് 210 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 11.43% ആയിരിക്കും നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ വരുന്നത്.